ഹലോ! ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? പരിചയമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും. ഇത് നമ്മുടെ കോഴിക്കോട് കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഞങ്ങളിവിടെ ലച്ചുമോൾക്ക് ചെറിയൊരു യൂറിൻ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഒന്ന് കാണിക്കാൻ വന്നതാണ്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്പെഷ്യലായിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അറിയുന്നവരുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞത്. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവർക്ക് വിശന്നു. അപ്പോൾ അവിടെ തന്നെ ക്യാൻറ്റീൻ ഉള്ളതുകൊണ്ട് അവിടുന്ന് ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഒരു കുഞ്ഞു വാവ വന്നിട്ടുണ്ടായിരുന്നു. വാവ ഇങ്ങനെ മിയാച്ചുവിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോണ്ടി തോണ്ടി കളിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് എടുത്ത സമയത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടോ. ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ കാണിച്ചു. ഇവിടെ അടുത്തൊന്നുമല്ല, ദൂരെ എവിടെയോ ഒരു സ്ഥലം പറഞ്ഞു, പാലക്കാടോ അങ്ങനെ എവിടെയോ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഈ വാവേൻ്റെ വീടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലച്ചുമോക്കും മിയാച്ചനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർക്കൊരു അനിയനില്ലാത്തതുകൊണ്ട് അവനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അവർ ഉഷാറായി കളിക്കാൻ തുടങ്ങി കേട്ടോ. കുറേ നേരം കൂടി ഇനി റിസൾട്ടിന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലായ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ഹോസ്പിറ്റൽ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. നമുക്കൊരു പാർക്കിലൊക്കെ പോയിരുന്ന ഒരു റീഫ്രഷ്മെൻറ്റ് ഉണ്ടാവില്ലേ, ആ ഒരു റീഫ്രഷ്മെൻറ്റാണ് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. അത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഈ ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഭയങ്കര വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളൊരു ഔട്ടിംഗ് ആയാലോ എന്ന് വിചാരിച്ചു. അതായത് ഞാനും എൻ്റെ മക്കളും ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഔട്ടിങ്ങിന് പോകുന്നത്. അല്ലെങ്കിൽ എപ്പോഴും സനുവേട്ടൻ ഉണ്ടാവാറുണ്ട്. ഇന്ന് സനുവേട്ടന് നല്ല തിരക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ചില്ല കേട്ടോ. ഞങ്ങൾ ഓട്ടോ ഒക്കെ വിളിച്ച് ഫോക്കസ് മോളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞങ്ങൾ മൂന്നാളും മാത്രം. ഈ രണ്ടെണ്ണത്തിനെ മേയിച്ച് നടക്കാൻ നല്ല പാടാണ്. എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു അവരെയും കൂട്ടി നമ്മുടെ ഫോക്കസ് മാളിലെത്തി. പിന്നെ രണ്ടുപേർക്കും ഒരു ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ രണ്ടുപേരുടെയും കൈ ഒരുമിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലെത്തി കഴിഞ്ഞപ്പം ലച്ചുമോക്ക് ഒരാഗ്രഹം ഫിഷ് സ്പാ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും നോക്കില്ല, നമുക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവളെ കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം അവൾ കാലൊക്കെ വെക്കാൻ വേണ്ടി നല്ല പാട് പെട്ടു കേട്ടോ. നല്ല ഇക്കിളിയാവുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി നിർബന്ധിച്ച് കാല് താത്തി വെച്ച സമയത്ത് എല്ലാ മീനുകളും വന്നിട്ട് അവളുടെ കാലിൽ ഇങ്ങനെ കൊത്തുന്നുണ്ടായിരുന്നു, ഇക്കിളിയാക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ഒരു ഇത് തോന്നിയെന്ന് അവൾ പറഞ്ഞു. പിന്നെ അവൾക്ക് നല്ലൊരു സുഖമായിരുന്നു. പിന്നെ ആ കാലിലുള്ള ഡെഡ് സ്കിൻസും ഒക്കെ ആ മീനുകൾ എന്താ പറയുക കഴിച്ച് ഭയങ്കരമായിട്ട് ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ കാല് വെക്കുമ്പോൾ തന്നെ അവളുടെ കാല് ഫുൾ അഴുക്കായിരുന്നു. പുറത്തൊക്കെ പോയി കളിച്ചിട്ടുണ്ടായിരുന്ന അഴുക്കായിരുന്നു. അപ്പം അവിടെ വെച്ച സമയത്ത് ഭയങ്കരമായിട്ട് ഫുൾ ക്ലീനാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ എനിക്കും ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കിങ്ങനെ ഫസ്റ്റ് ടൈം എന്നെ ഇക്ലിയാക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു നമുക്കൊരു എന്തോ ഒരു പോലെയാണല്ലോ. അപ്പം പിന്നെ മിയാച്ചുന് സങ്കടമായിട്ടോ അവളെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിയാച്ചുനും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 7 മിനിറ്റാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 7 മിനിറ്റിന് 70 രൂപ ആ റേഞ്ചാണ് അവർ പറഞ്ഞത്. അപ്പോൾ 6 മിനിറ്റ് ലച്ചു വരുന്നതിന് ശേഷം 1 മിനിറ്റ് മാത്രം മിയാച്ചുനെ ഇരുത്താമെന്ന് വിചാരിച്ചു. കാരണം അവൾ ഇരിക്കില്ല. അതുകൊണ്ട് 1 മിനിറ്റ് അവൾ കാല് തീരെ നിലത്ത് തൊടിയിക്കുന്നേ ഇല്ല. തൊടിക്കുമ്പോഴത്തേക്ക് ഈ മീനുകളെല്ലാം ഓടി വരുന്ന അവൾ കാലെടുക്കുമ്പോഴത്തേക്ക് അത് തെറിച്ച് പോകുന്നുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇക്ലിയാന്ന് പറഞ്ഞിട്ട് അവൾ തീരെ ഇരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രം ഇരുന്നിട്ട് അവൾ വേഗം എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ താഴോട്ടേക്ക് ഇറങ്ങി. താഴെ ഇറങ്ങിയ സമയത്ത് ആ ജീപ്പ് കണ്ടപ്പോൾ പിന്നെ മൂപ്പരാൾ വേഗം പോയിട്ട് ജീപ്പിലിരുന്നു കേട്ടോ. പക്ഷേ റൈഡൊന്നും ചെയ്തിട്ടില്ല, അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സനുവേട്ടനെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. ലിഫ്റ്റ് തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ലിഫ്റ്റിലായിരുന്നു കേട്ടോ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സമയത്ത്. എൻ്റെ ഭഗവാനെ ഒരു രക്ഷയില്ല, ഫുൾ ബ്ലോക്കാണ് കേട്ടോ. ഒന്നാമത് ഹോളിഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് ഫുൾ ബ്ലോക്കാണ്. ഈ 2 മക്കളെയും കൊണ്ട് ഞാൻ എങ്ങനെ റോഡ് കിടക്കുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പുതിയ സ്റ്റാൻഡിലുള്ള ഫൂട്ടേജ് ഓവർ ബ്രിഡ്ജ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ വേഗം തന്നെ ഫൂട്ടേജ് ഓവർ ബ്രിഡ്ജിൽ കയറിയിട്ടാണ് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ നോക്കിയത്. അപ്പം ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. കാരണം ഒന്നാമത് പുതിയ സ്റ്റാൻഡ് ഫുൾ ടൈം റഷ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ഒരു ഓവർ ബ്രിഡ്ജ് നമുക്ക് എല്ലാവർക്കും, ഒന്നാമത് പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവർക്കും സുഖമായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. കൂടാതെ എസ്കലേറ്ററും കൂടി ആയതുകൊണ്ട് നമുക്ക് കയറി ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് എന്താ പറയുക, ആ സമയത്ത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി പുതിയ സ്റ്റാൻഡിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2 പേരുടെയും കൈ കൂട്ടി പിടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ബസ് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അണ്ടിക്കോട് അന്നിശ്ശേരി ബസ്സിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അതായത് അൽബ ബസ്സിലായിരുന്നു കയറിയത് കേട്ടോ. കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ 2 പേര് ഉറക്കം തുടങ്ങി കേട്ടോ. അവർക്ക് നല്ല ക്ഷീണം. ഞാൻ എങ്ങനെ ഇവരെ എടുത്ത് ഇറങ്ങുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മയ്ക്ക് ജോലി കഴിയുക 4 മണിക്കാണ്. അപ്പോൾ അമ്മേനെ വിളിക്കാമെന്ന് വെച്ചു. അമ്മേനെ വിളിച്ചു. അമ്മ പുതിയങ്ങാടിയിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അമ്മ ഞങ്ങളുടെ അതേ ബസ്സിൽ തന്നെ കയറി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് മക്കൾ 2 എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരിതാ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ പറമ്പത്തുനിന്ന് വീട്ടിലേക്ക് നടക്കുന്നത്. എപ്പോഴും വണ്ടി കയറി വന്ന് ശീലമായിട്ട് നടക്കുമ്പം അത് കുറേ നേരം കിതയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ നടന്നത് വീട്ടിലെത്താനായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ്.